അമിതമായിട്ടുള്ള വണ്ണം, ഒബിസിറ്റി ഇത് കാരണം ബുദ്ധിമുട്ടുന്നവർ ഒത്തിരി പേരുണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാതെ ബുദ്ധിമുട്ടാവുക, അല്ലെങ്കിൽ ആൾക്കാർ പുറത്തു പോയാൽ കളിയാക്കുമോ, ഇനി ഈ ഹെൽത്ത് കാരണം, അതായത് ഇത്രയും തടി കാരണം വേറെ എന്തെങ്കിലും ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവോ, എങ്ങനെയെങ്കിലും ഒന്ന് തടി കുറച്ചേ പറ്റൂ എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ വെയ്റ്റ് ലോസ് ജേർണീനെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു 2-3 മാസത്തിനുള്ളിൽ ഒരു 20 kgsോളം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ കുറച്ചു എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, ഈ 20 കിലോ 2-3 മാസത്തിനുള്ളിൽ കുറയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തത്, എങ്ങനെ അത് സാധിച്ചു എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി നമുക്ക് സെൽഫ് മോട്ടിവേഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ വെയ്റ്റ് ലോസ് ജേർണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. കാരണം മുന്നേ ഉപയോഗിച്ച പല ഡ്രസ്സുകളും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. നമുക്ക് തന്നെ ഒരു കണ്ണാടിയിൽ നമുക്ക് കാണുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് കുറയുക, ഏജ്ഡ് ആയിട്ടുള്ള ലുക്ക്, ഒന്ന് തടി കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. ബട്ട് ആഫ്റ്റർ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഫീഡിങ് കംപ്ലീറ്റ് നിർത്താതെ എനിക്ക് ആ ഒരു ജേർണിയിൽ പോകാൻ തോന്നിയില്ല. കാരണം അത് ബേബിയുടെ ഹെൽത്തിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടൈം പീരീഡിന് ശേഷമാണ് ഞാൻ വെയ്റ്റ് ലോസ് ജേർണിയിലോട്ട് കടന്നത്. വെയ്റ്റ് ലോസ് ജേർണിയിൽ ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ, അതായത് നോട്ട് ചെയ്ത ചില കാര്യങ്ങൾ. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവാം, നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സൂംബ ഡാൻസ്, എന്തെങ്കിലും നമ്മൾ ഓൺലൈൻ ചില വർക്കൗട്ട്സ് അതിൽ പോയിട്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ് പ്ലാൻ സെറ്റാക്കാം, ഇതൊക്കെ തന്നെ മതിയാവും എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അങ്ങനെയല്ല. ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. എന്നാൽ ചെറിയ തോതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, നോമ്പെടുക്കുന്ന രീതിക്ക് ഫാസ്റ്റിങ്ങിലോട്ട് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിന് പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുന്നുണ്ടാവുക. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ, ചെറുപ്പക്കാരിൽ പലരും വെയിറ്റ് കുറയ്ക്കാനായിട്ട് രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കാതെ, ഇപ്പം കോളേജിൽ പോകുന്ന ടൈം ആയിക്കോട്ടെ, സ്കൂളിൽ പോകുന്ന ടൈമാണെങ്കിൽ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കി കഴിയുമ്പോൾ വണ്ണം കുറയും. അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ അല്ലെങ്കിൽ 3 നേരത്തെ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം അവർ കട്ട് ഓഫ് ചെയ്യും. അങ്ങനെ കട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറയും എന്നതാണ് അവരുടെ ധാരണ. അപ്പോൾ രാവിലത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അല്ലാതെ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി പട്ടിണിയിലായിട്ട് അങ്ങനെയല്ല നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുകയുമില്ല. കാരണം ഒരു നേരം നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യും, മറ്റേ നേരം അത് ഓട്ടോമാറ്റിക്കലി എന്താവും എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും. അപ്പോൾ കൊഴുപ്പിനെ അലിയിച്ച് കളയല്ല ചെയ്യുന്നത്, കൊഴുപ്പ് ഒന്നുകൂടെ അടിഞ്ഞു കൂടുകയേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 നേരം ഭക്ഷണം ഞാൻ റെഗുലറായിട്ട് എടുത്തിരുന്നു. എന്നാൽ പോർഷൻ കൺട്രോളാണ് ചെയ്തിരുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം, കാലറി കണ്ടൻറ്റ് എങ്ങനെയാണ്, എന്താണെന്നുള്ളത് അറിയണം. ഓരോ ഭക്ഷണത്തിലും ഇപ്പോൾ മോർണിംഗ് എത്ര കാലറിയാണ് എടുക്കേണ്ടത്, രാത്രി ഡിന്നറിന് എത്ര കാലറിയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഓരോ ഭക്ഷണത്തിലും കാലറി കണ്ടൻറ്റ് ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ചിക്കനിൽ എടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ തന്നെ ഓരോ ഭാഗത്തിലും, ചിക്കൻ്റെ ബ്രസ്റ്റ് പോർഷനിലും ചിക്കൻ്റെ തൈ പോർഷനിലും ഓരോന്നിലും തന്നെ കാലറി കണ്ടൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർലി എടുക്കേണ്ടത്. ഇനി രാവിലത്തെ ഭക്ഷണമാണ് കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ 3 നേരം അന്നജം എന്നുള്ള പോർഷൻ ഞാൻ ഒഴിവാക്കി. കാരണം നമ്മൾ മലയാളികളിൽ മാക്സിമം നമുക്ക് രാവിലെ ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെ പറഞ്ഞാലും അന്നജം തന്നെയായിരിക്കും, കാർബോഹൈഡ്രേറ്റ്സ് തന്നെയായിരിക്കും, കാർബ്സ് തന്നെയായിരിക്കും. രാവിലെ ഒന്നെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ പുട്ട് കടല കോമ്പിനേഷൻ, അല്ലെങ്കിൽ അപ്പം, പുട്ട്, അപ്പം എല്ലാം തന്നെ റൈസ് ഫുഡാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. ഇഡലി, ദോശ, ഇങ്ങനെ. ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് ചോറ് മസ്റ്റാണ്. അപ്പം രാത്രിയും ഇത് തന്നെ നമുക്ക് ഒരു അരിഭക്ഷണം തന്നെയാണ് റിപ്പീറ്റായി വരുന്നത്. അപ്പം അതിൽ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തി. കാരണം എനിക്കും അരിയോട് ഇത്തിരി കമ്പം കൂടുതലാണ്. അപ്പം ഉച്ചത്തെ ഫുഡ് എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. സോ ഉച്ചത്തെ ഫുഡ് ഞാൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. എന്നാൽ അതിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നതും എന്നാൽ പോർഷൻ കൺട്രോൾ എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ക്രമീകരിക്കാം. അതിൽ തന്നെ
ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കുക. അതായത് ക്വാളിറ്റി ഇംപ്രൂവൈസ് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മീനും പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ച് കൂട്ടി. കാർബ്സ് അന്നജമാണ് ഏറ്റവും അപകടകാരി. അപ്പം അതിൻ്റെ അളവ് കുറയ്ക്കാം. എന്നാൽ കീറ്റോ ഡയറ്റ് പോലുള്ള കംപ്ലീറ്റ് കാർബ്സും ഷുഗറും ഒഴിവാക്കിക്കൊണ്ടുള്ള ഡയറ്റ് അതത്ര ഹെൽത്തി അല്ല. കാരണം കീറ്റോ ഡയറ്റിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ വളരെയധികം ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിൽ പോകാറുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് അങ്ങനെ പോകുന്നത് അത്ര നല്ലതല്ല. ഇനി അത് മാത്രമല്ല, ചിലരെങ്കിലും മാർക്കറ്റിൽ വിപണികളിലൊക്കെ വിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്ട്സ്, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഒത്തിരി ആളുകൾ എന്നെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലും കൂടി പറയുകയാണ്. കൺസൾട്ട് ചെയ്ത് അവർ കാണിച്ചിട്ടുണ്ടാവും അവിടെ ഒരു 1 മന്ത് ഓർ 2 മന്ത് ആ ഒരു ഡ്രിങ്ക് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല വെയിറ്റ് ലോസ് ആയി ഡോക്ടർ. പിന്നെ അത് ഞങ്ങൾക്ക് അഫോർഡബിൾ ആയില്ല, അത് ഞങ്ങൾ വിട്ടു. അതിനുശേഷം അതിൻ്റെ ഡബിൾ വെയിറ്റ് കയറി. ഇങ്ങനെ തന്നെ പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോഡക്ട്സ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ അത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് റിവേഴ്സിബിളായിട്ട് നമ്മുടെ മെഡിസിൻ കഴിക്കുമ്പോൾ മാത്രമായിരിക്കും അത്ര ഇഫക്റ്റ് ഉണ്ടാകും. പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് നമ്മുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ആകും. അതായത് നമ്മുടെ ആ ഒരു ദഹനശേഷിയും ടോട്ടൽ പ്രക്രിയ തന്നെ സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും. അപ്പോൾ കൊഴുപ്പ് ഒന്നുകൂടി അടിഞ്ഞുകൂടും. അങ്ങനെയാണ് അവർക്ക് വെയിറ്റ് ഗെയിൻ അതിൻ്റെ ഡബിളായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയിട്ട് പെടാതിരിക്കുക. സെൽഫ് റെഗുലേഷൻ, സെൽഫ് ഡയറ്റ് തന്നെ ധാരാളം മതിയാവും. നമുക്ക് എക്സസൈസ്, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരുപാട് എക്സസൈസ് ചെയ്യേണ്ടി വരുമോ, നമുക്ക് വർക്കൗട്ട്സ് ഒക്കെ ചെയ്യേണ്ടി വരുമോ? അതൊന്നും പോസിബിൾ അല്ല ഡേ ടു ഡേ ലൈഫിൽ എന്ന് പറയാറുണ്ട്. എക്സസൈസുകളൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. വളരെ മിതമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് എക്സസൈസ് ചെയ്തിരുന്നത്. അതും വാക്കിംഗ് ആണ്. വാക്കിംഗ് മസ്റ്റായിട്ട് ഞാൻ എൻ്റെ പേഷ്യൻസ് വരുന്നവരുടെ അടുത്തും വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. വാക്കിംഗ് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ 40 മിനിറ്റ് 45 മിനിറ്റ് നേരം ദിവസവും നടക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഓരോ ഭക്ഷണത്തിന് ശേഷവും നടക്കുന്നത് നല്ലതായിരിക്കും. കുറേ നേരം നിൽക്കുന്നത് അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കുന്നത് അത് പരമാവധി ഒഴിവാക്കാം. കാരണം ലോങ് സ്റ്റാൻഡിങ് അതേപോലെ തന്നെ ഒരുപാട് നേരം ഇരിക്കുന്നത് രണ്ടും തന്നെ കൂടുതൽ അപകടകാരിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് ഉള്ള രീതിക്ക് മാറുക. ഭക്ഷണത്തിൽ കൂടുതലായിട്ടും പ്രോട്ടീൻ ഉൾപ്പെടുത്തി ഞാൻ. കാരണം പ്രോട്ടീൻ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് സ്ലോ ആണ് പ്രോസസ്സിങ്. എനർജി നമ്മുടെ ആവശ്യത്തിന് സ്ഥിരമായിട്ടുള്ളത് കിട്ടുകയും ചെയ്യും. എന്നാൽ മസിൽസിനൊന്നും അത്ര ക്ഷീണം ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവില്ല. കാരണം വെയിറ്റ് ലോസ് ജേർണിയിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് പോർഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതേപോലെ തന്നെ ടോട്ടൽ സിസ്റ്റം ഒന്ന് ഡൗൺ ആവും, നമ്മളൊന്ന് വീക്കായ പോലെ തോന്നും. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റിലൂടെ വേണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ കാർബ്സ് കുറച്ചിട്ട് പ്രോട്ടീൻ ഇൻ ദ സെൻസ് നമ്മൾ അനിമൽ പ്രോട്ടീൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ് പ്രോട്ടീൻ, അതായത് പരിപ്പ്, ധാന്യങ്ങൾ, ചെറുപയർ, അതൊക്കെ മുളപ്പിച്ച പയറൊക്കെ വളരെയധികം എഫക്റ്റീവാണ്. അതൊക്കെ ഞാൻ എടുത്തിരുന്നു. മുളപ്പിച്ച പയർ, കടല, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള മുളപ്പിച്ചിട്ടുള്ള പയറുകൾ എല്ലാം കൂടെ തന്നെ സാലഡ് ആക്കിയിട്ട് അങ്ങനെ എടുത്തിരുന്നു. പിന്നെ വിശപ്പ് വരുന്ന ടൈമിൽ, കാരണം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും ആ ഒരു ക്രേവിങ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളെ പിടിച്ച് നിർത്താനായിട്ട് കാലറി കണ്ടൻറ്റ് വളരെ ലോ ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളതിൽ നമ്മൾ ഈ കക്കരിക്ക അല്ലെങ്കിൽ വെള്ളിരിക്ക എന്ന് പറയുന്ന കുക്കുംബർ, അത് ഓൾമോസ്റ്റ് 0 കലോറി വാല്യൂ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബൗള് കുറച്ച് കേർഡ് മിക്സ് ചെയ്ത് സോൾട്ട് ആൻഡ് പെപ്പർ അതിൻ്റെ മിക്സപ്പായിട്ട് നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറും ഭയങ്കര ഫില്ലിംഗ് ആയിരിക്കും, ക്രേവിങ്സും കുറച്ചൊന്ന് സെറ്റിൽ ഔട്ട് ആകും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളുമാണ്. അതിൽ നാര് അധികം അടങ്ങിയിട്ടുണ്ട്, മാത്രമല്ല വാട്ടർ കണ്ടൻറ്റും വളരെയധികം കൂടുതലാണ്. അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും ഒരു ഡെയിലി ഡയറ്ററി റീകോൾ ചോദിക്കാറുണ്ട്. അതായത് 24 hours നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പലരും തുറന്നു പറയില്ല എങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾ എന്നുള്ളത്. അതായത് അവർ എങ്ങനെയാണോ മാറാൻ ആഗ്രഹിക്കുന്നത് ആ ഷെഡ്യൂളായിരിക്കും നമ്മുടെ അടുത്ത് പറയുന്നുണ്ടാവും. അവരിപ്പോൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് പറയുന്നുണ്ടാവില്ല. അത് ക്ലിയർ ആയിട്ട് പറയുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അതിൽ വരുത്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൽ തന്നെ ചിലരെങ്കിലും നോക്കുകയാണെങ്കിൽ അവരെടുക്കുന്ന കാലറി എല്ലാം ഡയറ്റിൽ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളതല്ല. ഞാൻ ഫുഡ് ഇൻടേക്ക് കൂടിയത് കൊണ്ട് മാത്രം വെയിറ്റ് കയറിയതായിരുന്നു. ഇപ്പം ചിലർ ഭക്ഷണമൊന്നും അധികം കഴിക്കില്ല, അവർ ലിമിറ്റഡ് ആയിരിക്കും. കാലറി ദിവസവും അവർക്ക് വേണ്ട കാലറി പോലും ചിലപ്പോൾ മീറ്റ് ചെയ്യാറില്ല. എന്നാലും വെയിറ്റ് ഗെയിൻ ഉള്ള
അതായത് അമിതവണ്ണം ഉള്ള ചില കാറ്റഗറിയിലുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ? അതോ PCOD ഉണ്ടോ? വേറെ എന്തെങ്കിലും ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഹൈപ്പോതൈറോയിഡിസം അതേപോലെ PCOD ഇതിലെല്ലാം തന്നെ മെറ്റബോളിസം കുറച്ച് സ്ലോ ആകും. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ചിലപ്പം ഡയറ്റ് മാത്രം കൊണ്ട് നമുക്ക് റിക്കവർ ആയി എന്ന് വരില്ല. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, തൈറോയിഡ് ഹോർമോൺ ഇതൊക്കെ കൺട്രോളിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഫർദറായിട്ടും അത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഭക്ഷണത്തിൽ കൂടുതലായിട്ടും പ്രോട്ടീൻ എടുക്കുക, അതിൻ്റെ ഈക്വലായിട്ട് തന്നെ ഫൈബർ അധികം അടങ്ങിയിട്ടുള്ള, നാരധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, അന്നജം പരമാവധി കുറയ്ക്കുക. ഇനി പാക്ഡ് ഐറ്റം, ഫ്രൈഡ് ഐറ്റം അതൊക്കെ ഒഴിവാക്കിയിരുന്നു. അതിനും ക്രേവിങ്സ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ വൺസ് ഇൻ എ വൈൽ കംപ്ലീറ്റ് നിർത്തിയെന്ന് പറയാൻ പറ്റില്ല. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ക്രേവിങ്സ് കുറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ക്രേവിങ് വരുന്ന ടൈമിൽ ഇപ്പം സ്വീറ്റിനോട് ക്രേവിങ് ഒക്കെ വരുന്ന ടൈമിൽ ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ, നമ്മുടെ മധുരക്കിഴങ്ങ് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് അത് വേവിച്ചിട്ട് എടുക്കുമായിരുന്നു. അതേപോലെ സ്വീറ്റ് കോണിൽ കുറച്ച് പെപ്പറും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി അങ്ങനെ മിക്സപ്പ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ക്രേവിങ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു വകുപ്പും മാത്രമല്ല അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടും കണ്ടതുകൊണ്ടാണ്. അതേപോലെ ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് മക്കാന എന്ന് പറയും. നമ്മൾ ഈ ലോട്ടസിൻ്റെ സീഡ്സ് അത് വളരെയധികം ഇഫക്റ്റീവാണ്. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഫക്റ്റീവാണ് ഈ ലോട്ടസിൻ്റെ സീഡ്, താമരയുടെ ഈ ഒരു വിത എന്ന് പറയുന്നത്. മക്കന അത് ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവാണ്. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതും ഹെൽത്തി ആയിട്ട് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷനും കൂടെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാലറി കണ്ടൻറ്റ് മാക്സിമം നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടോ, ഇനി സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ ലെവൽ കൂടുതലാണോ, അപ്പോൾ എന്താണ് ആ വെയിറ്റ് ഗെയിനിന് മെയിൻ റീസൺ എന്ന് കണ്ടറിഞ്ഞ് അങ്ങനെ ചികിത്സിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എല്ലാം ഡയറ്റിൽ മാത്രമായിരിക്കില്ല. ചിലത് നമ്മുടെ ശരീരത്തിൽ വരുന്ന എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ട്, ഇപ്പോൾ PCOD പോലുള്ള ഹോർമോൺ ഇംബാലൻസോ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം പോലുള്ള കണ്ടീഷനോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ അത് ഇഫക്റ്റീവായിട്ട് നോക്കി ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ഇഫക്റ്റീവായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ഈ ഗാർസീനിയ ഗാംബോജിയ എന്ന് പറയുന്നത്. ഗാർസീനിയ ഗാംബോജിയ ഇത് കേൾക്കുമ്പോൾ ഒരു വലിയ പേരായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന നാടൻ കൊടംപുളി, അതിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിനാണ്. അപ്പോൾ ഇത് നമ്മുടെ വിശപ്പ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഇഫക്റ്റീവാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആക്ച്വലി ഇതൊരു സപ്ലിമെൻ്റ് ആയിട്ടും കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് വളരെ എഫക്റ്റീവാണ്. നമ്മുടെ വിശപ്പ് കൺട്രോൾ ആക്കി വെക്കാനും മാത്രമല്ല നമ്മുടെ ദഹനശേഷി കുറച്ചുകൂടെ ഇമ്പ്രൂവൈസ് ആവും. അപ്പോൾ മെറ്റബോളിസം കൂട്ടും. അപ്പോൾ ആസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് കംപ്ലയിൻസ് ഉള്ളവർക്കൊക്കെ ഈ ഗാർസീനിയ ഗാംബോജിയ, നമ്മുടെ കൊടംപുളി ബെസ്റ്റാണ്. കൊടംപുളി അങ്ങനെ എടുക്കുന്നതല്ല, അത് മെഡിസിനൽ പ്രോപ്പർട്ടിയോടുകൂടി വേറൊരു തരത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മളത് ഈ അമിതവണ്ണത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് വളരെയധികം ഇഫക്റ്റീവാണ്. പിന്നെ ഫ്യൂക്കസ് വെസിക്കുലോസസ് എന്ന് പറയുന്ന ടിഞ്ചർ, അതും നമ്മൾ റെഗുലറായിട്ട് വെയിറ്റ് കുറയാനായിട്ട്, ഫൈറ്റുലക്ക, ബെറി ഇതൊക്കെ വെയിറ്റ് കുറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസാണ്. അത് ഇതുവരെ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. മെറ്റബോളിസം റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഡയറ്റ് പോർഷൻ്റെ കൺട്രോളിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വാക്കിംഗ് റെഗുലറായിട്ട് ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ഓവർ വർക്കൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം പെട്ടെന്ന് ഓവർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അറ്റ് സ്ട്രെച്ച് അങ്ങനത്തെ വെയിറ്റ് ലിഫ്റ്റിങ്ങും അങ്ങനത്തെ എക്സസൈസും ഒറ്റ ദിവസത്തിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. സ്ലോ ബൈ സ്ലോ ചെറിയ തോതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ കൺസിസ്റ്റൻസി കീപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും 2 മാസത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളിൽ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം തോന്നുക, ഇത് വെയിറ്റ് അത്ര ലോസ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ സെൽഫ് മോട്ടിവേഷന് നിങ്ങൾ തന്നെ നിങ്ങളുടെ പഴയ പിക്ക്, മെലിഞ്ഞിട്ടുള്ള പിക്കാണെങ്കിലും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിൽ എത്തണമെന്ന് സ്വയം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെത്താം. അപ്പോൾ പോർഷൻ കൺട്രോൾ മാത്രമല്ല, നമ്മൾ റെഗുലറായിട്ടുള്ള എക്സസൈസ്, പിന്നെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. അല്ലാതെ പട്ടിണി കിടന്നിട്ട് ഒരിക്കലും അങ്ങനെ ഒരു ലെവലിൽ പോരുത്. പിന്നെ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ് രാത്രി കഴിക്കുന്ന ഭക്ഷണം. 6 to 7 ആ ഒരു സമയത്തിൽ തന്നെ നമ്മൾ അത്താഴം നിർത്തിയിരുന്നു. അത് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. അത് ഇപ്പോഴും ഞാൻ മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും കണ്ടിന്യൂ ചെയ്യുന്ന ഒന്നുമാണ്. എൻ്റെ പേഷ്യൻസിനും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ട്, അതല്ല വേറെ എന്ത് ഇൻഡൈജഷൻ, പൊളിച്ചു തട്ടൽ പോലുള്ള ബുദ്ധിമുട്ട് എന്ത് ഉള്ളതും നമ്മൾ ഈ 6-7 മണിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ
എന്നിട്ട് നമ്മളൊരു 10 o'clock ഉറങ്ങുന്ന സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം ഉറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ആമാശയം അതിനും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്ന പോലെയാണ്. അപ്പം ലേറ്റ് നൈറ്റിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സ്നാക്സ് അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ലേറ്റ് നൈറ്റ് ബിരിയാണി കഴിക്കുന്നത് അങ്ങനത്തെ ശീലങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാം. കുറച്ച് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നത് മോർണിംഗിലാക്കി മാറ്റുക. രാവിലത്തെ സമയം കുറച്ച് ഹെവി ആയിട്ടുള്ള കാലറി കണ്ടൻറ്റ് കൂട്ടാം. വൈകിട്ടത്തേക്ക് വളരെ ലഘുവായിട്ടുള്ളത് അതും 6-7 മണി ആ ഒരു ടൈമിൽ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നമ്മൾ 7-8 മണിക്കായിരിക്കും നമ്മൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു 12 മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണിൻ്റെ ആ ഒരു ബാലൻസ് സന്തുലിതാവസ്ഥ അത് നല്ല രീതിക്ക് കൊണ്ടുപോകാനും അതേപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ് എല്ലാം തന്നെ ബാലൻസിൽ കൊണ്ട് നിർത്താനും അമിതമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് അത് അലിയിച്ച് കളയാനും വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് ഈ ഒരു നേരത്തെ കഴിക്കുന്ന ഡിന്നർ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്നെപ്പോലെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് എന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുബാന ഹസീനേജി, ഡോക്ടർ ജുബാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.